എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു തക്കാളി കറിയാണ്. ഇതിനു വേണ്ടി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 വെളുത്തുള്ളി ജെല്ലി ചെറുതായിട്ടരിഞ്ഞത്, ഇത് രണ്ടും കൂടി ഇട്ട് ചെറുതായിട്ട് മൂപ്പിക്കുക. ഇതിലേക്ക് 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 2 സവാള നീളത്തിലരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇതിലേക്ക് 3 തക്കാളി അല്പം വലിപ്പത്തിലരിഞ്ഞ് ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. തക്കാളി അല്പം വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. പാത്രം അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിക്കുക. ഒരു മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ, 4 ചെറിയ ഉള്ളി, അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ കറിയുടെ അടപ്പ് മാറ്റി അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. കറി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. എന്നിട്ട് കറി മാറ്റി വയ്ക്കുക. വേറൊരു പാത്രം മീഡിയം ഫ്ലെയിമിൽ ഗ്യാസിൽ വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 10 ചെറിയുള്ളി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4 വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കുക. മൂത്ത് കഴിയുമ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കുക. അഞ്ച് മിനിറ്റ് കറി അടച്ചു വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.